إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل الأمور لكي لا يعلم بعد علم شيئا إن الله عليم قدير. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും രഹസ്യ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന അത്യുദാരനായ നാഥൻ ഓരോ അണുവിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം, മഹാത്മ്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ചിന്തിക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളിലായി വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് കൽപ്പിക്കുന്നുണ്ട്. ചിന്തയില്ലാതെ വെറുതെ അള്ളാഹുവെ ആരാധിക്കാനല്ല അള്ളാഹു കൽപ്പിക്കുന്നത്. ചുറ്റും നിരീക്ഷണം നടത്തി പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെക്കുറിച്ചും മനസ്സിലാക്കി സൃഷ്ടാവായ അള്ളാഹുവിന്റെ മഹാത്മ്യം ഉൾക്കൊണ്ട് അവനിലേക്ക് വഴിപ്പെടാനുള്ള കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടി മഹത്വം ദർശിക്കാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ മതി. ഉദാഹരണമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ വിശാലത, അതായത് നമ്മുടെ കണ്ണുകൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം അള്ളാഹു എല്ലാറ്റിനെയും അങ്ങ് അഴിച്ചുവിടുകയല്ല. വളരെ സ്ഥൂലമായി ഓരോ കാര്യവും കൃത്യമായി കണക്കോടുകൂടി അള്ളാഹു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ ആസൂത്രണത്തിന്റെ മികവ് പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടിജാലങ്ങളിലും ചൂഴ്ന്നിറങ്ങിയിട്ടുണ്ട്.
മനുഷ്യ ശരീരത്തിലുള്ള മഹാത്ഭുതങ്ങൾ ദർശിക്കുന്ന സന്ദർഭത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശവും ഓരോ അവയവവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ മിടിപ്പിന് തകരാറുകൾ സംഭവിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ എത്തി 2, 3, 4 ലക്ഷം രൂപ ചിലവഴിക്കുന്ന ഘട്ടത്തിലാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് എന്റെ ഹൃദയത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, വലിയ അത്ഭുതമുള്ള ഒരു അവയവം അല്ലാഹു എനിക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ബ്ലോക്ക് സംഭവിച്ചു എന്ന് അപ്പയാ ബോധ്യമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവന്റെ മസ്തിഷ്കമാണ്, അവന്റെ ബ്രെയിനാണ്. ലോകത്തിലുള്ള ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനേക്കാൾ വേഗതയും കൃത്യതയും വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുന്ന ഒരു ബ്രെയിൻ സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. മസ്തിഷ്കത്തിന് ആഘാതമുണ്ടാവുക, പക്ഷാഘാതം സംഭവിക്കുക, ബ്ലോക്ക് സംഭവിക്കുക, അപ്പോഴാണ് നമ്മളുടെ ചലനത്തിന്റെ ശേഷി നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രെയിനിന് കംപ്ലൈന്റ് സംഭവിച്ചു. അപ്പൊ അള്ളാഹ് നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് ബ്രെയിൻ. നമ്മുടെ കണ്ണുകൾ ദശലക്ഷക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ണ് അല്ലെങ്കിൽ 2 കണ്ണുകളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രകൃതിയിലുള്ള സമതുലിതാവസ്ഥ അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മളിവിടെ ചൂടുണ്ടാകുന്ന സമയത്ത് ആ ചൂടിനെ ശീതീകരിക്കാൻ വേണ്ടി, തണുപ്പിലേക്കാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉപകരണങ്ങളിൽ കൂടി AC സംവിധാനത്തിൽ കൂടി നമ്മൾ മാറ്റം വരുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ജീവൻ നിലനിർത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം, ഓരോ പ്രദേശത്തും ആവശ്യമായിട്ടുള്ള വെള്ളം, സൂര്യപ്രകാശം, ഇവ ഓരോരുത്തർക്കും കൃത്യമായ അളവ് പ്രകാരം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അള്ളാന്റെ അനുഗ്രഹമാണ്. അതൊക്കെ നിയന്ത്രിക്കുന്ന അള്ളയാണ്. സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നത് മനുഷ്യൻ ഓക്സിജൻ ശ്വസിക്കാനുള്ള സംവിധാനം അള്ളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓക്സിജന്റെ അളവിൽ വരുന്ന വ്യതിയാനങ്ങളും തകരാറുകളും കോവിഡ് സന്ദർഭത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലായി. സഹോദരങ്ങളെ, ജീവജാലങ്ങളിലുള്ള വൈവിധ്യം, എത്രമാത്രം വൈവിധ്യമാർന്ന ജീവജാലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചത്. സൂക്ഷ്മജീവികൾ മുതൽ ഭീമാകാരമായിട്ടുള്ള നീലത്തിമിംഗലങ്ങൾ വരെയുള്ള ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കടലിലും കരയിലുമായിട്ട് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഏതൊരു ജീവിയെ അല്ലാഹു പടച്ചു വിട്ടിട്ടുണ്ടെങ്കിലും ആ ജീവിക്ക് ആവശ്യമായിട്ടുള്ള വാസസ്ഥലവും ഭക്ഷണവും എല്ലാം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഭക്ഷണക്രമം, താമസസ്ഥലം, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്ത് ആൽ ഇംറാൻ 190-ാമത്തെ വചനം. എന്താ ഖുർആനിന്റെ അധ്യാപനം? തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള സൽബുദ്ധിയുള്ള ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തുന്ന ഗവേഷണ പടുക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിന്റെ ഈ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളും സംവിധാനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യത്തെയും മഹാത്മ്യത്തെയും വിളിച്ചോതുന്നുണ്ട്. ഖുർആൻ പറയാണ്, അല്ലദീന യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ വിശ്വാസികൾ. വെറുതെങ്ങനെ നാക്കാലികളെപ്പോലെ തിന്നാനും ശ്രമിക്കാനും അല്ല മനുഷ്യൻ അള്ളാഹ് സൃഷ്ടിച്ച്, ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറയുന്നുണ്ട്.
വിശ്വാസികൾ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായിട്ട് വെറുതെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. നീ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. രാപ്പകലുകൾ മാറി മാറി വരുമ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, രാവെങ്ങാനും നീണ്ടുപോകുന്നു, പകല് വരാതിരിക്കുകയാണ്, പകലെങ്ങാനും നീണ്ടുപോകുന്നു, രാവ് വരാതിരിക്കുകയാണ്, എന്തായിരിക്കും അവസ്ഥ? അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇത് സൂചിപ്പിച്ചത്? ചിന്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിക്കില്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, സൂറത്തുൽ നഹ്ൽ 70-ാമത്തെ വചനം, വല്ലാഹു ഖലഖക്കും. കൂട്ടരെ, മനുഷ്യരെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ യതവഫാക്കും. സൃഷ്ടിച്ചത് മാത്രമല്ല, ജനിപ്പിച്ചത് മാത്രമല്ല, നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. അപ്പൊ ജനനവും മരണവും അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർളിൽ ഉമർ ലകൈ ലാ യഅലം ബഅദ ഇൽമിൻ ഷൈഅ ഇന്നല്ലാഹ അലീമുൻ ഖദീർ. എന്താ അള്ളാഹു പറയുന്ന? അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിന്റെ ഏറ്റവും താഴെക്കിടയിലേക്ക്, ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടുന്നവരും നിങ്ങളിലുണ്ട്. വയസ്സായിട്ട് അങ്ങേ തലക്കുന്ന മനുഷ്യന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്താണ് അവസ്ഥ? അറിവിന് ശേഷം പിന്നെ യാതൊന്നും അറിയാതിരിക്കുന്ന അവസ്ഥയിലെത്തുവാൻ വേണ്ടി നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല കാര്യത്തിനുമൊക്കെയുള്ള മനുഷ്യന്മാര് അറിവിൽ നിന്ന് അറിവുകളിലേക്ക്, ഒന്നും അറിയാത്ത ബുദ്ധിശൂന്യതയിലേക്ക് അവനെത്തിക്കുന്നു. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും കൈയുള്ളവനുമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന്, ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടിയാണ്, മൻ ത്വാല ഉംറുഹു വഹസ്സുന അമലുഹു. ഒരാൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരവും നൽകുന്നു, അയാൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. എന്നാൽ നേരെ എതിർ ഭാഗം എന്താണ്? ഒരാൾക്ക് ദീർഘായുസ് കിട്ടി ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരതരാവാൻ അയാൾക്ക് അവസരം കിട്ടിയാൽ ലോകത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യവൻ അവനാണ്. ദീർഘായുസ് അള്ളാഹ് നൽകുന്ന അനുഗ്രഹം. ഈ ദീർഘായുസ് അള്ളാഹു നൽകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട്. മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി വഅൻ യുൻസഅ ലഹു ഫീ അഫരി ഫൽയസ്ൽ റഹിമഹു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ വചനാണ്. ആർക്കെങ്കിലും തന്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും ആയുസ് നീട്ടിക്കിട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ. വെറുതെ ആയുസ് കിട്ടിയ ഒരു കാര്യമില്ല. ആയുസ്സിൽ ആഫിയത്ത് വേണം, ബർക്കത്ത് വേണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാനും ദീർഘായുസ്സോടുകൂടിയിട്ടുള്ള ആരോഗ്യം ലഭിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. അപ്പൊ റിസ്കിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികമായ നേട്ടം മാത്രമല്ല, ലഭിക്കുന്ന വിഭവങ്ങളിൽ ബർക്കത്തും മനസ്സമാധാനം ഉണ്ടാവുക. ഇഷ്ടംപോലെ സമ്പത്ത്, ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് കയ്യിലുണ്ട്, പക്ഷെ നോ ഫായിദ, ഒരു ഫായിദയില്ല, ഒരു സമാധാനമില്ല. ഇതല്ല, കുറച്ചേ ഉള്ളൂ ഉള്ളത്. ബർക്കത്തുണ്ട്, ഖൈറുണ്ട്, സമാധാനമുണ്ട്. എന്താ ആയുസ് നീട്ടി കിട്ടാന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം നമ്മുടെ പേര് നല്ലതായി തീരാ. അയാൾ ജീവിച്ച കാലം മുഴുവൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ആളുകൾക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് സൽപ്പേര്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആയുസ്സിൽ വർധനവ് ലഭിക്കുക. 60, 70, 80 വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹ് തൗഫീക്ക് നൽകുക. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം രക്തബന്ധമുള്ളവരുമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ്. സഹോദരന്മാരെ, നമ്മുടെ അടുത്ത രക്തബന്ധമുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചവരോടും ബന്ധം നന്നാക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കുക എന്നുള്ളത്, അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്. ഇതൊക്കെ ഈ ദീർഘായുസ്സും ആഫിയത്തൊക്കെ കിട്ടാനുള്ള ഒറ്റമൂലികളാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ സൃഷ്ടിപ്പും മരണവും മനുഷ്യന്റെ ജനനവും മരണവും അള്ളാന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണുള്ളത്. എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാൻ. മനുഷ്യൻ എത്ര വലിയവനാണെങ്കിലും എത്ര പവർഫുൾ ആണെങ്കിലും എത്ര മുകളിലാണെങ്കിലും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾക്ക് വിധേയനാണ് മനുഷ്യൻ, ജനനത്തിനും മരണത്തിനും. അതുകൊണ്ട് അർസലുൽ ഉമർ എന്നുള്ള ഒരവസ്ഥ ഉണ്ട്. എന്താ അർസലുൽ ഉമർ എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റത്തെ വാർദ്ധക്യം. ഈ വാർദ്ധക്യാവസ്ഥ വരാതിരിക്കാനുള്ള പ്രാർത്ഥന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അർസലുൽ ഉമർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു പ്രായമാണത്. ഓർമ്മശക്തി നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവർ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ 90, 95, 93 വയസ്സെത്തുക, അല്ലെങ്കിൽ 85 വയസ്സെത്തുക, അല്ലെങ്കിൽ 80 വയസ്സെത്തുക. ഓർമ്മശക്തി നഷ്ടപ്പെടുക, നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ മറന്നുപോവുക, ചെറിയ കുട്ടികളെപ്പോലെ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരിക. ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാതിരിക്കാൻ അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വ അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ വ അഊദു ബിക മിൻ ഫിതനത്തി ദുനിയ വ അഊദു ബിക മിൻ അദാബിൽ ഖബർ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ബുഖൽ. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പിശുക്കുണ്ടാവാണ്. അതുകൊണ്ട് പിശുക്കിൽ നിന്ന് അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. വ അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. പിന്നെ പറയേണ്ട ജുബ്ന്. ഇനി അഊദു ബിക മിനൽ ജുബ്ൻ, ഭീരുത്വം, ധൈര്യമില്ലാത്ത അവസ്ഥ, ഭീരുത്വം, അതിൽ നിന്നും കാവൽ ഞാൻ അല്ലാഹുവിനെ നിന്നോട് ചോദിക്കും. മൂന്നാമതായി ചോദിക്കുന്നത് ഇനി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നതിൽ നിന്നും, വയസ്സിന്റെ അങ്ങേ തലയ്ക്ക് അങ്ങനത്തെ ഒരവസ്ഥ പടച്ചോനെ എനിക്ക് നീ തരരുതേ എന്നുള്ളതിനോട് കാവലിന് ചോദിക്കുക. നാലാമതായിട്ട് വഅഊദു ബിക മിൻ ഫിതനത്തി ദുനിയ, ദുനിയാവിലെ ഫിത്തനകൾ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അങ്ങനത്തെ ഫിത്തനയാണ്. ഹോട്ടലുകൾ കയറി ഭക്ഷണമല്ല, അല്ലെങ്കിൽ വില കൂടുതലാണ്, ഗ്യാസ് തീർന്നിട്ടുണ്ട്, ഗ്യാസ് കിട്ടാനില്ല. ഇതൊക്കെ അള്ളാഹ് ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഫിത്തനകൾ വരാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യം വിശ്വാസികൾ ഹൃദയം തുറന്ന് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം മുസീബത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അതിന് നമുക്ക് നേരം വേണ്ടേ? നമുക്ക് അള്ളാഹിനെ ഓർമ്മയുണ്ടോ? റമദാൻ മാസം മാത്രം ഓർക്കേണ്ടവരല്ല. 11 മാസവും പിന്നീടുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, 12 മാസവും നമ്മൾ അള്ളാഹിനെ ഓർക്കണം. ഇപ്പൊ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാന്റെ റസൂല് എല്ലാ വക്ത നിസ്കാരത്തിന് ശേഷവും ഈ പ്രാർത്ഥന നിർവഹിച്ചിരുന്നു. മറ്റൊന്നെന്താ? വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. ഈ ആരോഗ്യത്തിന് നമ്മൾ ശുക്ർ കാണിക്കണം. ശുക്ർ കാണിച്ചിട്ടില്ലെങ്കിൽ ഏത് സമയവും അത് തിരിച്ചെടുക്കപ്പെടും. നമ്മളൊരിക്കലും വിചാരിക്കണം നമ്മൾ ആസ്വദിക്കുന്ന ഏതനുഗ്രഹവും അത് ഞാൻ വലിയ അനുഗ്രഹത്തിലാണ്, ഞാൻ വലിയ ലെവലിലാണെന്നൊന്നും ആരും വെറുതെ വിടുവായത്തടിച്ചില്ല. ആ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കാൻ അത് തിരിച്ചെടുക്കാൻ അള്ളാഹ്ക്കൊരു പണിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ ശുക്റുള്ളവരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മിമ്പറിൽ നിന്ന് ഓരോ വെള്ളിയാഴ്ചയും ഉത്ബോധനങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ. ചില ആളുകൾ എന്താ വെച്ചാൽ ഈ കൂടി കേൾക്കും, കൂടിയാണ് പോകും. അതുകൊണ്ടൊരു കാര്യമില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഉപദേശം ചിലപ്പോൾ 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ കേൾക്കുള്ളൂ. പെട്ടെന്ന് കത്തുവർക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഓനെന്ത് ചെയ്യും? നന്മയിൽ മുന്നേറും.
അതുകൊണ്ട് അവൽ ഉമറിലേക്ക് എത്താൻ കാത്തിക്കണ്ട. വയസ്സിന്റെ അങ്ങേയറ്റത്ത് എത്തിയിട്ട് നഷ്ടബോധം ഉണ്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്താ പ്രധാനപ്പെട്ട നഷ്ടങ്ങൾ? അർദലുൽ ഉമറിലേക്ക്, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നഷ്ടം എന്താണെന്നറിയോ? ഇബാദത്ത് ചെയ്യാൻ നല്ല മോഹമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ ഏകാഗ്രത കിട്ടുന്നില്ല, കൃത്യത നഷ്ടപ്പെടും. പള്ളി പോണമെന്ന് വിചാരിക്കും, ശരീരം വഴങ്ങൂല, മനസ്സ് വഴങ്ങൂല. ഇപ്പൊ നല്ല ചുറുചുറുക്കുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ചോരത്തളപ്പുണ്ട്. അതുകൊണ്ട് നല്ല ചോരത്തളപ്പുള്ള സമയത്ത്, ഏകാഗ്രത കിട്ടുന്ന സമയം അള്ളാഹുവെ കൂടുതൽ ആരാധിക്കാൻ, അള്ളാഹുവിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ അർദൽ ഉമറിലേക്ക് ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആരാധനകളിലുള്ള ഏകാഗ്രതയും കൃത്യതയും അയാൾക്ക് നഷ്ടപ്പെടും. പ്രായാധിക്യം അള്ളാഹനെ സ്മരിക്കുന്നതിൽ നിന്നും ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തും. ഊതിയൊക്കെ ഉണ്ടാവും, പക്ഷെ പറ്റൂല. ശാരീരികമായ അവശത ഉണ്ടാവും, എണീറ്റ് നിൽക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, സുജൂദ് പോകാൻ പറ്റൂല, മുട്ടിന് വേദന ഉണ്ടാവും. ഈ വേദന വരാൻ കാത്തിക്കണ്ട. നല്ല അറിവുള്ള പണ്ഡിതന്മാർ അവശതയുടെ അങ്ങേയറ്റത്തേക്ക്, പ്രായാധിക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിവുണ്ട്, പക്ഷേ ഈ അറിവനുസരിച്ച് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവില്ല. അറിവുണ്ടായിട്ട് കാര്യമില്ല, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടി, ആഫിയത്ത് കൂടി അള്ള തരണം. അത് നഷ്ടപ്പെടും. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച അറിവുകൾ, അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈറ്. അതിനുള്ള തൗഫീഖ് അയാൾക്ക് കിട്ടൂല. ഇത് അർദലുൽ ഉമറിൽ എത്തുന്ന ആളുടെ നഷ്ടമാണ്. മറ്റൊന്ന്, സ്വയം പര്യാപ്തത നഷ്ടപ്പെടും. എല്ലാറ്റിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. ഒന്ന് പള്ളിക്ക് പോകണമെങ്കിൽ മകനെ കിട്ടണം, അല്ലെങ്കിൽ അമ്മാവനെ കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടണം, സ്വന്തം പോകാൻ പറ്റൂല. അപ്പൊ ഒരു മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നമുക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ, മക്കളെ, ബന്ധുക്കളെ ആശ്രയിക്കേണ്ട അവസ്ഥ, പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരവസ്ഥ നമ്മളെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ജാമ്യം തേടണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരുക. മക്കൾ പറയുന്നത് വെച്ചിട്ടേ മതിയിരുന്നു. ഈ അവസ്ഥ നമ്മളെ കൊണ്ട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അള്ളാഹിനോട് മുൻകൂട്ടി പ്രാർത്ഥിക്കണം. സാമൂഹികമായി ഇടപെടാൻ പറ്റൂല. സമൂഹത്തിൽ പോയി നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനോ രോഗികളെ സന്ദർശിക്കാനോ ഒക്കെ പൂതിയുണ്ടാവും, പക്ഷെ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആയുസ്സിനെ നന്മകൾ കൊണ്ട് ധന്യമാക്കണം. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സമയം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സമയം കൃത്യമായി വിനിയോഗിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. രണ്ട്, പ്രഭാതം എന്നുള്ളത് ബർക്കത്ത് നിറഞ്ഞതാണ്. സുബഹി നിസ്കരിക്കാൻ പള്ളിയിലെത്താൻ നമ്മൾ ജാഗ്രത പുലർത്തണം, ദുആ ചെയ്യണം. അറിവ് നേടുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. അറിവ് തേടിയാ പോരാ, അറിവനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. സംസാരത്തിൽ സത്യസന്ധത പാലിക്കണം. ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെറുപ്പും ഹൃദയത്തിൽ കയറി നടക്കാതിരിക്കണം. ദിക്റുകൾ പതിവാക്കണം. ചെറിയ നന്മകളെപ്പോലും നിസ്സാരമാക്കാതിരിക്കണം. നന്മകളിൽ മുന്നേറണം. പ്രിയപ്പെട്ടവരെ, മരണത്തെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ എന്തുണ്ടാവും? നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും. ഒരു പുഞ്ചിരി പോലും സദഖയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മൾ ആലോചിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നന്നാക്കി തീർക്കാനും റമളാനിന് ശേഷം പ്രത്യേകം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹിനോട് നമ്മൾ തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹ് നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കേണ്ടതുണ്ട്. റമളാനിൽ നിർവഹിച്ച ദാനധർമ്മങ്ങൾ, നോമ്പുകൾ, സൽക്കർമ്മങ്ങൾ, ഖിയാമുൽ ലൈൽ ഒക്കെ അള്ളാഹ് സ്വീകരിക്കാൻ തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥനാ നിരതമാവുക. നമുക്കറിയാം 6 നോമ്പുകളുണ്ട്. ആ 6 നോമ്പുകൾ തുടർച്ചയായി നോറ്റവരുണ്ടാവും. നോക്കാൻ കഴിയാത്തവര് ഈ ശഅബാനിൽ തന്നെ ആ നോമ്പുകൾ നോറ്റ് വീട്ടാൻ വേണ്ടി
ക്ഷമിക്കുക. ഒരു വർഷം മുഴുവൻ നോറ്റ നോമ്പിന്റെ കൂലി ആ 6 നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما والحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين.